നിർബൽ എബ്രഹാം, അങ്ങനെ ധരിക്കാനാകുമോ? ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുന്നു, ഒപ്പം ഇൻകം ടാക്സിൽ ഉണ്ടാകുന്ന, സ്ലാബിൽ ഉണ്ടാകുന്ന ഈ മാറ്റം, ഇതൊക്കെ എക്കോണമിക്ക്, സമ്പദ്ഘടനയ്ക്ക് പുതിയ ഊർജം നൽകും എന്ന് കരുതാനാകുമോ? തീർച്ചയായിട്ടും നൽകും. ഒന്ന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കേസ് 1 ലക്ഷം കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും റോഡ് പ്രോജക്ട്സും എല്ലാം അതിൽ പെടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കയ്യിൽ പൈസ വരും, ഡിസ്പോസിബിൾ ഇൻകം വരും, സ്പെൻഡിങ് കൂടും. ഒന്ന്, ടാക്സിന്റെ കേസിൽ ഇത് തന്നെ സംഭവിക്കും. ഇപ്പൊ 7 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം കൂടി കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കാം എന്നൊരു ചിന്ത വരുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഈ പറഞ്ഞ പോലെ കൺസംഷൻ കൂടും. കൺസംഷൻ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു മൂവ് നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഗ്രോത്തിനെ ഇത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെ കരുതാം. ഈ അഗ്രികൾച്ചർ സെക്ടറിന് ആണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ നട്ടെല്ലായ ഈ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് വലിയ കട ആശ്വാസ പദ്ധതികളൊക്കെയായുള്ള ബജറ്റുകൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കാൻ ഈ ബജറ്റിന് കഴിയുമോ? കടാശ്വാസം എന്നത് ഒരു വലിയ പ്രശ്നമായി തന്നെ സാധാരണ ഇന്ത്യൻ കർഷകന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, ഈ കാർഷിക മേഖലയ്ക്ക് എന്ത് തരം പ്രാധാന്യമാണ് ഈ ബജറ്റ് നൽകുന്നത്? നിർമ്മൽ എബ്രഹാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു കുടുംബത്തിലെ 8 അല്ലെങ്കിൽ 10 മെമ്പേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്. ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പ്രാധാന്യം നൽകിയിരിക്കുന്ന അഗ്രികൾച്ചർ സെക്ടറാണ്. അതാണ് ഏറ്റവും നിരാശാജനകം. കാരണം ഇതിന്റെ അകത്ത് പറയുന്ന ഇപ്പൊ ഈ ലോൺ സംബന്ധിച്ച ഇൻസെന്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വഴി പോകുന്നതാണ്. അതൊന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരിക്കലും ഒരു ഫാമറിനെ സഹായിക്കുന്ന രീതിയിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ പ്രപ്പോർഷനേറ്റ് അല്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇപ്പോഴും ലാർജ്ലി ഒരു അഗ്രികൾച്ചറൽ എക്കോണമി തന്നെയാണ് ഇന്ത്യ. അപ്പൊ എത്ര ശതമാനം ആളുകളാണ് ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്? അപ്പൊ അവർക്ക് ആ ഒരു പ്രപ്പോർഷണൽ ബെനിഫിറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതേപോലെ താഴെക്കിടയിലുള്ള ആൾക്കാർക്ക്, ഇപ്പൊ ഈ സാധാരണക്കാരെ അഗ്രികൾച്ചർ മാറ്റി നിർത്തി താഴെക്കിടയിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ PM ആവാസ് യോജന തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം CLSS സ്കീം വഴി, ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം വഴി ഹൗസിംഗ് ഒത്തിരിയും കൂടെ അഫോർഡബിൾ ആകും എന്നുള്ളത് സത്യമാണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിന് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പ്രപ്പോർഷണൽ ആയിട്ടൊരു ഇത് കൊടുത്തിട്ടില്ല, ഒരു പ്രാധാന്യം നൽകിയിട്ടില്ല. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും നെഗറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം.